ഹായ്, എൻ്റെ പേര് ഡോക്ടർ സൂര്യ. ഞാൻ ഒരു ഗം സ്പെഷ്യലിസ്റ്റ് ആണ്. ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ സേഫ് ആണോ അല്ലയോ എന്ന്. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് ബ്രീഫ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രഗ്നൻസി പീരീഡ് 3 ഘട്ടമായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ട്രൈമിസ്റ്റർ, സെക്കൻഡ് ട്രൈമിസ്റ്റർ, തേർഡ് ട്രൈമിസ്റ്റർ. നമുക്ക് ഡെന്റൽ പ്രൊസീജിയേഴ്സ് എപ്പോൾ വേണേലും ചെയ്യാം, പക്ഷേ പ്രിക്കോഷൻ എടുത്ത് വേണം അത് ചെയ്യാൻ. ഈ 3 ട്രൈമിസ്റ്ററിലും സെക്കൻഡ് ട്രൈമിസ്റ്റർ ആണ് ഏറ്റവും സേഫ് ടു ഡു ദ ഡെന്റൽ പ്രൊസീജിയേഴ്സ്. ഫസ്റ്റ് ട്രൈമിസ്റ്റർ ഓർഗൻസ് ഡെവലപ്പ് ആവുന്ന ടൈമാണ്. പിന്നെ തേർഡ് ട്രൈമിസ്റ്ററിന്റെ സെക്കൻഡ് ഹാഫും യൂഷ്വലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പേഷ്യന്റിന് ചെയറിലൊക്കെ കിടക്കാൻ വേണ്ടി. അപ്പൊ യൂഷ്വലി നമ്മൾ അത് അവോയ്ഡ് ചെയ്യും ആ സമയത്ത് ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ. ഇനി അടുത്ത കോമൺ ചോദ്യമാണ്, എക്സ്റേസ് എടുക്കുന്നത് സേഫ് ആണോ പ്രഗ്നൻസി പീരിയഡിൽ? എക്സ്റേസ് നമുക്ക് സേഫ് ആണ്. യൂഷ്വലി ഡെന്റൽ എക്സ്റേസ് ഭയങ്കര ചെറിയ മിനിമം എമൗണ്ട് ഓഫ് റേഡിയേഷൻ ആണ് അടിക്കുന്നത്, അതുകൊണ്ട് അത് സേഫ് ആണ്. അതും നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എക്സ്റേസ് എടുക്കാറുള്ളൂ. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എക്സ്റേസ് എടുക്കാറുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഒരു ഡെന്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട് ആൻഡ് യു ആർ പ്രഗ്നന്റ്. അങ്ങനെ ആണെങ്കിൽ ഡെന്റിസ്റ്റ് അടുത്ത് ഫസ്റ്റ് നിങ്ങൾ ഇൻഫോം ചെയ്യേണ്ടത് ഐ ആം പ്രഗ്നന്റ് എന്നാണ്. അതിന്റെ കൂട്ടത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഏതെങ്കിലും മെഡിസിൻസ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻസിന്റെ ഡീറ്റെയിലും നിങ്ങളുടെ ഡെന്റിസ്റ്റോടെ ഷെയർ ചെയ്യണം. വേറെ ഒരു കോമൺ ഫൈൻഡിങ് എന്താന്ന് വെച്ചാൽ, ചില പേഷ്യൻസിൽ ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം മോണയിൽ ചില ഗ്രോത്ത് പോലെ വരും. ആ ഗ്രോത്ത് ഇങ്ങനെ സൈസ് കൂടി കൂടി വരും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കാണുന്നുണ്ടെങ്കിലും ഡെന്റിസ്റ്റ് അടുത്ത് പോയി അത് റിപ്പോർട്ട് ചെയ്യണം. പ്രഗ്നൻസി ടൈമില് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അതൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഹോർമോൺസിന്റെ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ ബോഡിയിൽ. അപ്പൊ അതാണ് ഒരു റീസൺ വൈ ഗംസ് വിൽ ബ്ലീഡ് സോ മച്ച്. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇമീഡിയറ്റ്ലി പ്ലീസ് ടേക്ക് എ ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ്. ഫൈനലി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗെറ്റ് എ ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ്. പല്ലും മോണയും ഡോക്ടർ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർ അത് പറഞ്ഞു തരും. അതനുസരിച്ച് അത് ട്രീറ്റ്മെന്റ് എടുക്കണം. എന്നിട്ട് പ്രഗ്നന്റ് ആവുന്നതാണ് കുറച്ചും കൂടെ സേഫ്.